നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്മാർട്ട് ടി വികളാണ്. നമ്മൾ പലരും സ്മാർട്ട് ടി വി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ടി വി ചൂസ് ചെയ്യാനാണ് മിക്കപ്പോഴും പലവരും ശ്രമിക്കാറ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡുകൾക്ക് അവരുടെ ഹാർഡ്വെയറിൽ ചില വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും. അപ്പോൾ മാക്സിമം പ്രൈസ് റേഞ്ച് കുറച്ച് കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ ഇങ്ങനെയുള്ള ടി വികൾ ഇറക്കുമ്പോൾ നമ്മുടെ ടി വിയുടെ പെർഫോമൻസിനെ അത് വളരെയധികം രീതിയിൽ ബാധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ടി വികളിൽ ഭൂരിഭാഗവും ആൻഡ്രോയിഡ് ടി വികളാണ് ഉള്ളത്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ടി വികളിൽ തന്നെ നമ്മൾ മേടിച്ച് കുറേ അധികം നാളുകൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പെർഫോമൻസ് വളരെയധികം സ്ലഗ്ഗിഷായി പോകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ടി വി വാങ്ങി കുറച്ച് നാളധികം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടി വി ഭയങ്കര സ്ലോ ആയി തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആമസോണിൻ്റെ ഫയർ ടി വി സ്റ്റിക്ക് 4K മാക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഫയർ ടി വി സ്റ്റിക്ക് എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക്, ഒരു നോർമൽ ടി വി അല്ലെങ്കിൽ സ്മാർട്ട് ടി വിയിൽ നമുക്കിതിൻ്റെ ഇൻപുട്ട് ഇൻ്റർഫേസിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് കണക്ട് ചെയ്തിട്ട് അതിലൊരു USB കേബിൾ വഴി പവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻപുട്ട് മോഡ് കയറുമ്പോഴത്തേക്ക് ഒരു സ്മാർട്ട് ടി വി ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മുടെ ടി വി കയറുന്നത്. അപ്പോൾ ഇതിന് ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. നമ്മൾ നോർമൽ ഫയർ സ്റ്റിക്ക് പോലെ അല്ല കേട്ടോ. ഇത് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് എന്ന് വേണേൽ പറയാം. ഏറ്റവും ഹൈ എൻഡ്, ഏറ്റവും പെർഫോമൻസ് വരുന്ന, ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള, ഉപയോഗിക്കാൻ ഏറ്റവും അധികം മാനസികമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പ്രോഡക്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്ന പാക്കേജ്. ഫയർ ടി വി സ്റ്റിക്ക് 4K മാക്സ് എന്ന വലിയൊരു പേര് തന്നെ നൽകിയിരിക്കുന്നു. മുകളിൽ കുറേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ ലോഗോസൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ Wi-Fi 6 എന്ന് എഴുതിയിരിക്കുന്നു, 4K HDR എന്ന് എഴുതിയിരിക്കുന്നു. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ Wi-Fi 6 എന്ന് എഴുതിയിട്ടുണ്ട്. 4K Ultra HD സപ്പോർട്ടഡ് ആണ്. ഹൈ ഡൈനാമിക് റേഞ്ച് സപ്പോർട്ടുണ്ട്. പിന്നെ ഡോൾബി വിഷൻ അറ്റ്മോസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള കണ്ടന്റും നമുക്കിതിൽ കാണാൻ സാധിക്കും. പിന്നെ ഒരു ക്വാഡ് കോർ CPU ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. പുറകിൽ കുറച്ച് വോയിസ് കമാൻഡ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്തൊക്കെയാണ് ബോക്സിനുള്ളിലുള്ളതെന്നും എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്നും എഴുതിയിരിക്കുന്നു. ഇവിടെയാണ് ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ബോക്സാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഓരോന്നോരോന്ന് പുറത്തെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ റിമോട്ടാണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ ടി വി 4K മാക്സിൻ്റെ റിമോട്ട് കൺട്രോൾ വരുന്നത്. അധികം വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഇവിടെ ഒരു അലക്സ ബട്ടൺ കാണാം, ഒരു പവർ ബട്ടൺ കാണാം, മൈക്രോഫോൺ കാണാൻ സാധിക്കും. പിന്നെ ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, മെനു ബട്ടൺ ആണുള്ളത്. അതുപോലെ തന്നെ മീഡിയ കൺട്രോൾസ് ഉണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മ്യൂട്ട് ബട്ടൺ കാണാം. അതുകൂടാതെ താഴെ പ്രൈം വീഡിയോയ്ക്കും നെറ്റ്ഫ്ലിക്സിനും ആമസോൺ മ്യൂസിക്കിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. അതുകൂടാതെ ഒരു ആപ്സ് ബട്ടണുമാണ് പിന്നെ ഉള്ളത്. താഴെ നോക്കുകയാണെങ്കിൽ ഫയർ ടി വിയുടെ ലോഗോ കാണാം. അപ്പോൾ അത്രയാണ് റിമോട്ട്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ മെയിൻ ഫയർ ടി വി സ്റ്റിക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ഫയർ ടി വി സ്റ്റിക്കിൻ്റെ യൂണിറ്റ്. നോർമൽ ഫയർ ടി വി സ്റ്റിക്ക് പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാം. താഴെ പവർ കൊടുക്കാനായിട്ടുള്ള ഒരു മൈക്രോ USB പോർട്ട് ഉണ്ട്. HDMI എന്നൊരു ടെക്സ്റ്റും നൽകിയിരിക്കുന്നു. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് കണക്ട് ചെയ്യേണ്ട HDMI പോർട്ടും കാണാം. ഇനി നമുക്ക് ബോക്സിൽ ബാക്കി എന്തൊക്കെയാണുള്ളതെന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇതിലൊരു മൈക്രോ USB കേബിൾ നൽകുന്നുണ്ട്. ഈ കേബിൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡിവൈസ് പവർ അപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു HDMI എക്സ്റ്റൻഷൻ കോഡുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്യുന്ന ടൈപ്പ് ടി വി ആണെങ്കിൽ ചിലപ്പം വാൾ മൗണ്ട് ചെയ്തേക്കുവാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ഭാഗം പുറകോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള യൂസ് കേസിൽ നിങ്ങൾക്ക് ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഇങ്ങനെ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സംഭവമാണത്. അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിലുള്ളത് ഒരു യൂസർ മാനുവലാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ട്രബിൾ ഷൂട്ടിങ് കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് ഈ കവറിനകത്ത് ഒരു സംഭവം കൂടി എടുക്കാനുണ്ട്. ഇവിടെ 2 ബാറ്ററി വരുന്നുണ്ട് നമ്മുടെ റിമോട്ടിൽ യൂസ് ചെയ്യാനുള്ളത്. പിന്നെ ഒരു പവർ ബ്രിക്കുമാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു ആമസോൺ ബ്രാൻഡിങ്ങുള്ള ഒരു പവർ ബ്രിക്കാണ്. ഇതും ആമസോൺ ബേസിക്സിൻ്റെ തന്നെ AAA സൈസ് ബാറ്ററിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് ആൽക്കലീൻ ബാറ്ററിയാണ്, കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പവർ ബ്രിക്കിൻ്റെ റേറ്റിംഗ് കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇതിൽ 5 വോൾട്ട് 1 ആംപിയർ ആണ്, അതായത് 5 വാട്ട്സ് പവർ ഇൻപുട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ ഡിവൈസിന് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ബോക്സിലുള്ളത്. ഫയർ സ്റ്റിക്ക് 4K മാക്സിലൊരു ക്വാഡ് കോർ CPU ആണ് വരുന്നത്. 1.8 GHz ക്ലോക്ക് സ്പീഡുള്ള മീഡിയാടെക്കിൻ്റെ MT8696 എന്ന് പറയുന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഫയർ സ്റ്റിക്കിനെ അപേക്ഷിച്ച് 40% മോർ പവർഫുൾ ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 48.4 ഗ്രാം മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വെയിറ്റ്.
HDMI ഓഡിയോ റിട്ടേൺ ചാനൽ ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ ഇതിലുള്ള മൈക്രോ USB പോർട്ട് പവറിന് വേണ്ടി മാത്രമാണ്. ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൽ വെർഷൻ വരുന്നത്. ബ്ലൂടൂത്ത് ലോ എനർജി ആണ്. അതായത് പഴയ ബ്ലൂടൂത്ത് വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇരട്ടി സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിന് ലഭിക്കും. അതുകൂടാതെ ഡിസ്റ്റൻസ് കവറേജിലും വളരെയധികം വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, ഹെഡ്ഫോൺസ്, വീഡിയോ ഗെയിം കൺട്രോളർ എന്നിവയൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി നമ്മൾ കണക്ട് ചെയ്യുന്ന ടിവിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു പ്രോഡക്റ്റിന് ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ടിവിയും ഈ ഒരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഇതിൽ 4K ഫുൾ HD വേർഷൻ പ്ലേബാക്കാണ് നമുക്കുള്ളത്. അതും 60 FPS വരെ മാക്സിമം ഫ്രെയിം പെർ സെക്കൻഡ് ലഭിക്കുകയും ചെയ്യും. ഇനി ഓഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. 7.1 സറൗണ്ട് സൗണ്ട് വരെ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് സാധിക്കും. ഇനി സറൗണ്ട് സൗണ്ട് വേണ്ടാത്തവർക്ക് 2 ചാനൽ സ്റ്റീരിയോ സൗണ്ടും സപ്പോർട്ടഡ് ആണ്. HDMIയിൽ ഓഡിയോ പാസ് ത്രൂ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന് 1 ഇയർ വാറണ്ടിയാണ് കമ്പനി നൽകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് ടി വിയിൽ കണക്ട് ചെയ്തു. ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിൻ്റെ ഹോം സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ TV 4K മാക്സിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഫ്ലൂയിഡിക് റെസ്പോൺസ് ആണ്. അപ്പോൾ റിമോട്ടിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് TV യൂസർ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര കിടിലനായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫയർ TV സ്റ്റിക്കിനേക്കാളും ഒരു 40% എക്സ്ട്രാ പെർഫോമൻസ് ബൂസ്റ്റ് ഈ ഒരു 4K മാക്സ് എന്ന് പറയുന്ന മോഡലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ തന്നെ 4K അൾട്രാ HD റെസൊല്യൂഷൻ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ, HDR10+, ഇതുകൂടാതെ ഡോൾബി അറ്റ്മോസ് ഓഡിയോ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള കണ്ടന്റിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. എനിക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. റിമോട്ടിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ആ ഒരു ഫ്ലൂയിഡ് മോഷൻ ഉണ്ടല്ലോ, വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക്, അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിതിപ്പം ഒരാഴ്ചയോളമായിട്ട് ടെസ്റ്റ് ചെയ്യാണ്. ഇതിൽ പല പ്ലാറ്റ്ഫോംസും ട്രൈ ചെയ്തു. ഞാനപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിൽ പ്ലെക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ പ്ലെക്സ് ആപ്പിൽ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാനായിട്ട് കുറേ നേരം നിന്ന് കറങ്ങുമായിരുന്നു സാധാരണ ആൻഡ്രോയിഡ് ടിവിയിൽ. ഈ TV ആണെങ്കിലും വീട്ടിലെ TV ആണെങ്കിലും എല്ലാം അതെ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വന്നപ്പോഴത്തേക്ക് ലോഡ് സ്പീഡൊക്കെ ഭയങ്കര വ്യത്യാസം വന്നു. ഞാൻ നമ്മുടെ സെർവറിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അതിനത്രയും കപ്പാസിറ്റി താങ്ങാൻ മേലാഞ്ഞിട്ടായിരിക്കും, സ്ട്രീം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അതല്ല എന്ന് എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിനിമൽ ലോഡ് ടൈമാണ്. പെട്ടെന്ന് കണ്ടന്റ് ലോഡായി വരും. ഇപ്പോൾ യൂട്യൂബ് കണ്ടല്ലോ, അതേപോലെ ലോഡായി വന്നു. അതേപോലെ തന്നെ നമുക്ക് ഇനി നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ എന്താണോ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നത് അവിടെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് റാം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ മെമ്മറിയിൽ നിന്ന് പോവുമോ അങ്ങനത്തെ സീനൊന്നുമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും എടുത്താൽ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ്. വീഡിയോ പ്ലേ ചെയ്യാൻ അധിക സമയമോ കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സും യൂട്യൂബും പ്ലെക്സും എല്ലാം ഓപ്പൺ ചെയ്തു. അങ്ങനെ ഞാൻ ഇത് കണ്ടു. ഇത് ഇച്ചിരി മുമ്പേ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണിത്. അപ്പോൾ അങ്ങനെ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ലോഡായി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ കുറേ അധികം ആപ്പുകൾ ഓപ്പൺ ചെയ്തല്ലോ, ഇനി നമ്മൾ ഒന്നുകൂടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, നമ്മൾ എവിടെയാണോ ഓപ്പൺ ചെയ്ത് നിർത്തിയത് അവിടെ തന്നെ വീണ്ടും വന്നു. ഇത് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ പലരും സ്മാർട്ട് TV യൂസ് ചെയ്യുന്നവരാണ് വീട്ടിൽ. അപ്പോൾ അവരെല്ലാം വന്നു കഴിഞ്ഞ് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് OS വരുന്ന TV വേണ്ട, ബഡ്ജറ്റിലുള്ള TV ഇതില്ലാത്തതാണെങ്കിലും മതി, ഈ ഒരു സംഭവം മേടിച്ചോളാം എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് അവരിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയാം. ഈ വീഡിയോ ചെയ്യുന്ന സമയം ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 6500 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിൽ ഉള്ള എല്ലാത്തരം ഫീച്ചേഴ്സും ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നുണ്ട്. ആക്ച്വലി ഈ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്തേക്കുന്നത് തന്നെ ഹൈ എൻഡ് TVകൾക്ക് വേണ്ടിയാണ്. 4K റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള TVകൾക്ക് വേണ്ടിയാണ്. മിക്ക TVകളുടെയും പെർഫോമൻസ് വളരെയധികം ശോകമാണെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ആ ഒരു ഫീല് വളരെയധികം ഇമ്പ്രൂവ് ആകും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു 32 ഇഞ്ച് TV ആണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 13,000 14,000 ആ ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം പകുതിയോളം എമൗണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി ഇടുക എന്ന് പറയുന്നത് ചിലർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, ഇത് ഒരു പെർഫെക്റ്റ് ഡിവൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ആമസോണിൻ്റെ Firestick 4K മാക്സിനെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.